ഇന്ത്യയിൽ ഏകദേശം 7 കോടിയോളം ആളുകൾ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. മദ്യപാനം ഒരു രോഗാവസ്ഥയാകുമ്പോൾ അതിന് ചികിത്സ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇത് 2 ഘട്ടങ്ങളായാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഡീടോക്സിഫിക്കേഷൻ. മദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ഹാർംഫുൾ ഇഫക്ട്സ് അഥവാ മദ്യത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഈ ഒരു പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഒപ്പം വിഡ്രോവൽ സിംറ്റംസ് അഥവാ മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, മറ്റ് പിൻവാങ്ങൽ ലക്ഷണങ്ങളെ കൂടി നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ നൽകുന്നു. ഇങ്ങനെ ഏകദേശം 2 ആഴ്ച എടുത്തുകൊണ്ടാണ് ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്തതായി വരുന്ന 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡി അഡിക്ഷൻ ആണ്. ഇതിൽ ആദ്യമായി വരുന്നത് കൗൺസിലിംഗ് ആണ്. വ്യക്തി മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ അഥവാ ഹൈ റിസ്ക് സിറ്റുവേഷൻസ് കണ്ടെത്തുകയും അതിനെ ഫലപ്രദമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒപ്പം ഇനി അതിലേക്ക് അവർ തിരിച്ചു പോകാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ അവർക്ക് മറികടക്കണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടുമാണ് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനു പുറമെ ഇൻഡിവിജ്വൽ തെറാപ്പി, അവയർനെസ് ക്ലാസുകൾ, ഗ്രൂപ്പ് തെറാപ്പി, ആർട്ട് തെറാപ്പി, യോഗ ഉൾപ്പെടുന്ന റിലാക്സേഷൻ തെറാപ്പി എന്നിവയും നൽകുന്നു. ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാമിലി തെറാപ്പിയും ഈ ഘട്ടത്തിൽ നൽകുന്നു. ഇതിനെല്ലാം പുറമെ ആൻറ്റി ക്രേവിംഗ് ഏജൻറ്റ്സ് അഥവാ മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കുവാനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ ഡോക്ടർ ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡി അഡിക്ഷൻ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നത്.